ഗൂഗിൾ പറയുന്നത് വേണ്ട, യൂട്യൂബ് പറയുന്നത് വേണ്ട, ദൈവം പറയുന്നത് കേൾക്കാൻ സാന്നിധ്യത്തിന്റെ അകത്ത് വീണുകടാ, സാന്നിധ്യത്തിന്റെ അകത്ത് നിലമ്പാടുകടാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാ ചർച്ചുകളിലും മെസ്സേജ് കേൾക്കുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലും നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാ മെസ്സേജും ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഇന്നത്തെ നിങ്ങളുടെ ആഹാരം എന്തെന്ന് അതെ എന്നെക്കാളും നന്നായി ദൈവത്തിനറിയാം. അത് എൻ്റെ മേൽ പകർന്നാൽ ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരുമ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത് എന്തെന്നാൽ, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ കഴിവുകളല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. കുറച്ച് പ്രിപ്പയർ ചെയ്യുക, ബാക്കി പ്രാപിച്ച് ഏൽപ്പിക്കുക. അവിടെയാണ് ചലനങ്ങൾ നടക്കുന്നത്, അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞായറാഴ്ചയ്ക്ക് ജനത്തിന് കൊടുക്കാൻ പെട്ടെന്ന് ചാറ്റി ജി പിയോട് ചോദിക്കും, ചാറ്റി ജി പി അമ്മ ഞാൻ എന്തോ പറയണ, ഗൂഗിൾ എന്തോ പറയണ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ചാറ്റി ജി പിയും ഗൂഗിളും കൊണ്ട് തിരുത്തി പറയിക്കുക. ശിവന്റെ നാമത്തിൽ ഏത് നാവ് നിങ്ങൾക്കെതിരെ അത് പറഞ്ഞു പോ, അവനെ കൊണ്ട് ദൈവം അത് തിരുത്തി പറയിക്കും. കാര്യം എന്റെ ദൈവം ജീവിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ട് ഈ ലോകത്തിന്റെ കഷ്ടത്തെയും ഈ ലോകത്തിന്റെ ലാഭങ്ങളെയും വിട്ടെറിഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ ലോകം നിന്നെ നിന്ദിച്ചെങ്കിൽ ഭാരപ്പെടരുത്. അവന്റെ മുൻപിൽ നിന്റെ തല ഉയർത്തുന്ന കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നന്ദിയല്ലാതെ ഇല്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതെ ഇല്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതെ ഇല്ലൊന്നുമില്ല. എന്നെ കരത്തിൽ വഹിച്ചവനേ, നന്ദിയല്ലാതെ ഇല്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, വീണതില്ല. കൃത്തിലെന്നെ വാങ്ങിച്ചതിന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിന തുമ്പമോ യേശുവില്ല. കണ്ണിൽ തന്നെ നോക്കിയതിന തുമ്പമും യേശുവില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാങ്ങി
തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കരമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപുത്രന്റെ വായിൽ നിന്ന് വരുന്ന മാധുര്യമേറിയ അത്ഭുതാപകമായ വാക്കുകൾ കേട്ടുകൊണ്ട് ജനം അവനെ വിട്ടുമാറാതെ കേട്ടുകൊണ്ടിരിക്കുന്നു. യേശു അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ ജനം പോകുന്നു. യേശു ഇങ്ങോട്ട് പോകുമ്പോൾ എവിടെ പോയാലും അവൻ്റെ പിന്നാലെ ജനം പോയി. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വെളിപ്പാട് ഞാൻ പറയാം. അവൻ രാപാന ഹദരഘടക സിയാന്തര ഈ 2026 ദൈവവചനം ഭക്ഷിക്കുന്നവൻ, അതെ ദൈവവചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ വിളമ്പാനുള്ള വേദിയും ദൈവം തരും. വീണ്ടും ഞാൻ പറയുന്നു, കൊടുക്കാൻ നിന്റെ കയ്യിൽ വചനമുണ്ടോ? കൊടുക്കാൻ വചനമുണ്ടോ? കൊടുക്കാൻ ദൈവത്തിന്റെ മർമ്മങ്ങളുണ്ടോ? കൊടുക്കാൻ ദൈവത്തിന്റെ മർമ്മങ്ങളുണ്ടോ? ആമൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള വേദികളും ദൈവം തരും. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളമ്പാനുള്ള വേദിയും ദൈവം തരും. അത് വിളമ്പി കൊടുക്കാൻ, ആമൻ, അത് ഭക്ഷിച്ച് തൃപ്തരാകാൻ ഒരു കൂട്ടം പേർ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്ക് കേൾക്കാൻ. അങ്ങനെങ്കിൽ അകത്തു വചനം വേണം, അകത്തു വചനം വേണം, അകത്തു വചനം വേണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, രണ്ട് രീതിയിൽ ശുശ്രൂഷിക്കുക. രണ്ട് രീതിയിൽ ശുശ്രൂഷിക്കുക. എങ്ങനെ പൗലോസ് രണ്ട് രീതിയിൽ ശുശ്രൂഷിക്കുന്നത്? ഒന്ന് ബുദ്ധി കൊണ്ട് ശുശ്രൂഷിക്കുക, രണ്ട് ആത്മാവിൽ ശുശ്രൂഷിക്കുക. ഒന്ന് ബുദ്ധി കൊണ്ട് പാടാ, അതെ ആത്മാവിൽ പാടാ. ബുദ്ധി കൊണ്ട് എനിക്ക് സംസാരിക്കാം, എന്നാൽ ആത്മാവിൽ സംസാരിക്കാം. ബുദ്ധി കൊണ്ട് സംസാരിച്ചാൽ കരിയില പോലും പറക്കില്ല, പക്ഷെ ആത്മാവിൽ സംസാരിച്ചാൽ ഓ റബല ഹദരഘടകസിയാന്തര. ഞാൻ വീണ്ടും പറയുന്നു, ബുദ്ധി കൊണ്ട് സംസാരിച്ച കരിയില പോലും പറക്കില്ല, പക്ഷേ ആത്മാവിൽ ഒരുത്തൻ വാതുറന്നാൽ, ആത്മാവിലൊരുത്തൻ വാതുറന്ന സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും. ആത്മാവിൽ ഒരുവൻ വാതുറന്ന സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ കാറ്റടിക്ക്. ഹേ ഗെറ്റ് റെഡി. ദൈവസഭയെ ഉണരുക. നീ ആത്മാവിൽ പറയുക, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുക, നീ ആത്മാവിൽ നോക്കുക, നീ ആത്മാവിൽ നടക്കുക. നിന്നെ കൊണ്ട് 2026 ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ ഹൃദയം നിന്നിൽ കൂടെ ദൈവം കൈമാറി നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നീ ആത്മാവിൽ ജ്വലിക്കുക. പണ്ടല്ല ഇന്നും അങ്ങനെയാണ്. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ വീണ് കിടക്കും. കർത്താവേ, നീ ഒരു വാക്കെന്നോട് പറ, ഞാനത് സഭയ്ക്ക് കൊടുക്കട്ടെ. ആത്മാവിൽ വീണ് കിടന്ന് കരയും, കർത്താവേ നീ ഒരു വാക്ക് എന്നോട് പറ, ഞാൻ ഈ സഭയ്ക്ക് അത് കൊടുക്കട്ടെ. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാൻ ന്യൂ ഇയറിലെ ഞാൻ കർത്താവ് എന്തോ ഈ സഭയോട് പറയേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ഞെരുങ്ങി. എൻ്റെ ബുദ്ധി എന്നോട് സംസാരിച്ച മറ്റൊരു കാര്യമാണ്, എന്നാൽ എൻ്റെ ആത്മാവ് അവൻ എന്നോട് ഈ വാസ്തവത്തിൽ ന്യൂ ഇയറിനെ ആ മീറ്റിങ്ങിനെ കയറുന്നതിന് അല്പം മുൻപ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ആ സന്ദേശം പറഞ്ഞത്. ആത്മാവിൽ ചിലത് കൈമാറി കിട്ടിയാൽ ആ ദൂത് കത്തിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങൾ എന്തോ പറയണമെന്ന് സാന്നിധ്യത്തിൻ്റെ അകത്ത് വീണ് കിടന്നിട്ട് പറയണം. കർത്താവേ, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്ക് പ്രാഗൽഭ്യമൊന്നും പറയാനില്ല, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജനത്തിന് കൊടുക്കുക. അവൻ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, അവൻ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, 5 അപ്പമേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ, മതി, ഉള്ളത് മതി, ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് സാന്നിധ്യത്തിനകത്ത് വീണുകടാ. അവൻ നിന്റെ മുൻപിലെ വേദികൾ ഭയങ്കരമായി തുറക്കുന്നത് കാണാം.
കാര്യം 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 ഗൂഗിൾ പറയുന്നത് വേണ്ട. ഓ റബ്ബന ഹദല ഗഡഗ സിയാന്തര യൂട്യൂബ് പറയുന്നത് വേണ്ട. ദൈവം പറയുന്നത് കേൾക്കാൻ. സാന്നിധ്യത്തിന്റെ അകത്ത് വീണുകടാ, സാന്നിധ്യത്തിന്റെ അകത്ത് നിലമ്പാടുകടാ. വിളിച്ചു പറ, കർത്താവേ എന്റെ മേൽ ഒരു വാക്ക് നീ തന്നാൽ. ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തീയായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പലരും, ആമേൻ, ആത്മാവിൽ കത്തി ജ്വലിച്ച പലരും, ഇന്നലകളിൽ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ വീണ് കിടന്ന് പ്രാപിച്ചു വന്ന് ജനത്തിന് കൊടുത്തത് ഇന്നത് പലരുടെയും ഇടയിൽ കാണാനില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയും, നിങ്ങൾ എല്ലാ ചർച്ചുകളിലും മെസ്സേജ് കേൾക്കുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലും നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാ മെസ്സേജും ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഇന്ന് പകൽ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങളുടെ ദാഹം എന്തെന്ന്, ഇന്നത്തെ നിങ്ങളുടെ ആഹാരം എന്തെന്ന്, അതെ എന്നെക്കാളും നന്നായി ദൈവത്തിനറിയാം. അത് എൻ്റെ മേൽ പകർന്നാൽ ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരുമ്പോൾ, ആമേൻ, അതിനകത്തൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവത്തില്ല, അതിനകത്ത് ഒരു പ്രശ്നവും വരത്തില്ല. തിന്നു വയറ് നിറഞ്ഞ്, അതെ തിന്നു വയറ് നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും. അടുത്ത ആഴ്ചയിലും കടന്നു വരും. എന്താ കാര്യമെന്നറിയാമോ? തിന്നത് അതെ വയറിന് പിടിക്കാത്ത സാധനമല്ല, ഇത് നിങ്ങളുടെ വയററിഞ്ഞ് ദൈവം തന്നതാ. ശാസ്ത്രം വളർന്നു, ഒത്തിരി അങ്ങ് വളർന്നു, ഭയങ്കരമായിട്ട് വളർന്നു. ഇന്ന് ഒരു മെസ്സേജ് വേണമെങ്കിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഞാൻ ചാറ്റ് GPT ഉണ്ട്, മീറ്റ ഉണ്ട്, ഗൂഗിളുണ്ട്, ക്രോം ഉണ്ട്, അങ്ങനെ തുടങ്ങി ഭയങ്കര യൂട്യൂബ്, ഭയങ്കര സംവിധാനങ്ങൾ. എനിക്കൊരു മെസ്സേജ് വേണമെന്നിരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് കൊടുക്കുവാണ്, എനിക്ക് ഇന്ന അദ്ദേഹത്തിൽ ഇന്നൊരു വേണം. അപ്പോൾ അമ്മേ, ഇന്ന് പല ഇടങ്ങളിൽ പല ദൈവദാസന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ചാറ്റ് GPT കൊടുക്കുവാണ്, എനിക്കൊരു മെസ്സേജ് വേണം, സബ്ജക്റ്റ് ഇതാണ്, എനിക്കൊരു മെസ്സേജ് വേണം. വേഗത്തിൽ ഈ ഇൻ്റർനെറ്റ് ഭയങ്കരമാണ്. വാക്യങ്ങൾ കണ്ടുപിടിച്ച്, കണക്റ്റഡ് വാക്യങ്ങൾ കണ്ടുപിടിച്ച് കുറേ വാക്യങ്ങൾ തരും. ഈ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വരുവാന്നിരിക്കട്ടെ. ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇന്ന അധ്യായത്തിൽ ഞാൻ വാക്യം വായിച്ചിട്ട് ഞാൻ ഈ ചാറ്റ് GPT പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ അടുത്ത അധ്യായം ഞാനിതിങ്ങനെ നിങ്ങൾക്ക് തരുവാ. നിങ്ങൾക്ക് ദഹിക്കത്തില്ല. നിങ്ങൾക്ക് വയറും നിറയത്തില്ല, നിങ്ങളെ ക്ഷീണവും മാറത്തില്ല. നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായോ? ഇന്ന് സഭകൾക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ ആപത്താണിത്. അത് തിരക്കിൻ്റെ പുറകെ തിരക്ക് പിടിച്ചിങ്ങനെ ഓടുന്ന ദൈവദാസന്മാർ, അവർക്ക് സമയമില്ല. പിറ്റേ ഞായറാഴ്ചയാകുമ്പോൾ സഭയ്ക്കകത്ത് ജനം വരും. ജനത്തിന് ആഹാരം കൊടുക്കണം, ജനത്തിന് വചനമെന്ന മന്ന ഭക്ഷിപ്പാൻ കൊടുക്കണം. പക്ഷെ സമയമില്ല. ഇവരെന്തോ ചെയ്യുക? സാന്നിധ്യത്തിൽ ഇന്നലെ കിടന്നവൻ ഇന്ന് സമയമില്ല. ഇന്ന് പലതിൻ്റെ മുൻപിലും അവൻ്റെ കണ്ണുടക്കി സമയം മറ്റെന്തിലൊക്കെ ആയി മാറി. നോക്ക്, ഇന്ന് സമയമില്ല. ഞായറാഴ്ചയ്ക്ക് ജനത്തിന് കൊടുക്കാൻ പെട്ടെന്ന് ചാറ്റ് GPയോട് ചോദിക്കും, ചാറ്റ് GP ഞാൻ എന്തോ പറയണ, ഗൂഗിൾ എന്തോ പറയണ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ചാറ്റ് GPയും ഗൂഗിളും പറയുന്നത് കൊണ്ട് ഒരുത്തൻ്റെ ഒരു തലവേദന പോലും മാറത്തില്ല. പക്ഷെ ഞാൻ പറയും, ദൈവാത്മാവിൽ ഒരൊറ്റ വാക്ക് ജനത്തെ ഇളക്കി അങ്ങ് മറിക്കും. ഈ മെസ്സേജ് തയ്യാറാക്കേണ്ട നല്ല ഞാൻ ഈ പറയുന്നത്, ഗൂഗിൾ ഉപയോഗിക്കേണ്ട നല്ല ഞാൻ ഈ പറയുന്നത് നല്ലതാ. റെഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എടുക്ക്, വചനങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ എടുക്ക്. അങ്ങനെ തുടങ്ങി 100 കണക്കിന് ഉപയോഗം ഇന്റർനെറ്റിനകത്തുണ്ട്. വാക്യങ്ങൾ എവിടാന്ന് തപ്പിയെടുക്കാൻ അത് ഒത്തിരി സഹായമാണ്. പക്ഷേ വചനം പറയേണ്ടത് ആത്മാവിൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ ദൂത് പറയണം. അതിൻ്റെ കൂടെ ഈ വചനം കണക്ട് ചെയ്ത് സാരമില്ല. വചനം തപ്പാൻ നമുക്കിതെടുക്കാം. പക്ഷേ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പറയണം. അവിടെയാണ് ചലനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് ചലനം ഉണ്ടാകുന്നത്, അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്ക്. ഗൂഗിൾ പറയുന്നതല്ല ദൈവം പറയുന്നത്. ദൈവത്തിന് പറയാനുള്ളത് ഒന്നാണ്, എന്നെ കൊണ്ട് ദൈവത്തിന് നിങ്ങൾക്ക് തരാനുള്ള ആഹാരം ഒന്ന്. പക്ഷെ ഗൂഗിൾ പറയുന്നത് മറ്റൊന്ന്. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും, പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത് എന്തെന്നാൽ, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ കഴിവുകളല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അർത്ഥം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയണം. നമുക്ക് 1 മണിക്കൂർ സമയം കിട്ടിയാൽ, ഞാൻ പറഞ്ഞു പ്രിപ്പറേഷൻ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. 100% നമ്മൾ ഒരുങ്ങണം. 100%. ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നാൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി 100% നമ്മൾ ഒരുങ്ങണം. പക്ഷെ ഞാൻ പറയട്ടെ, 1 മണിക്കൂർ സമയം തന്നാൽ നിങ്ങൾ 1/2 മണിക്കൂറത്തേക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുക. 1/2 മണിക്കൂർ ദൈവ സാന്നിധ്യത്തിന് വിട്ടുകൊടുക്കുക.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ആമൻ, നിങ്ങൾ ആമൻ കുറച്ച് പ്രിപ്പയർ ചെയ്യുക, ആമൻ, അധികം പ്രാപിച്ചു പറയുക. ഹല്ലേലൂയ. കുറച്ച് പ്രിപ്പയർ ചെയ്യുക, ബാക്കി പ്രാപിച്ച് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. അവിടെയാണ് ചലനങ്ങൾ നടക്കുന്നത്, അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈ സഭയോട് ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അതെ പ്രാപിച്ച് സംസാരിക്കുന്നവരായിരിക്കണം. ഞാൻ പറയുന്നു, ആത്മാവിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഏൽപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ മുൻപിൽ വരുന്ന ജനത്തിന്, നമ്മളെ കാണുന്നവരോട് നമ്മൾ സംസാരിക്കപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പരമേൽപ്പിക്കുന്നതായിരിക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മുൻപിൽ വന്ന് ജനം വളഞ്ഞിരിക്കുവാണ്. സമയം പോകുന്ന അറിയുന്നില്ല. കാര്യം എൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേട്ടാൽ കൊതി തീരുന്നില്ല. എത്ര കേട്ടിട്ടും മടുപ്പ് വരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പാട്ട് എത്ര പ്രാവശ്യം നിങ്ങൾ കേൾക്കും? ഒരു കോമഡി എത്ര പ്രാവശ്യം കണ്ട് നിങ്ങൾ ചിരിക്കും? ചിലപ്പോൾ ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ ആ കോമഡി കണ്ട് ഭയങ്കരമായി ചിരിച്ചെന്നിരിക്കുക. വീണ്ടും ഒരേ കോമഡി, ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ, ഒരു കോമഡി ഞാൻ പറയുവാണ്, നിങ്ങൾ ചിരിച്ചു. അടുത്ത ആഴ്ച വന്നു വീണ്ടും ഞാൻ അതേ കോമഡി പറഞ്ഞു, വീണ്ടും നിങ്ങൾ അത് കേട്ട് ചിരിച്ചു. ഇങ്ങനെ പല പ്രാവശ്യം ഒരു കോമഡി കേട്ടാൽ അത് നമുക്ക് ബോറടിക്കും. നമ്മൾ പിന്നെ ചിരി അങ്ങ് നിർത്തും. അവൻ ആദ്യമായി റിലീസ് ചെയ്യുന്ന പാട്ട് കേൾക്കുമ്പോൾ കൗതുകമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നമ്മൾ കേട്ട പാട്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം നമ്മൾ അടുത്തത് നോക്കുവാണ്. കാര്യം അത് നമുക്ക് സന്തോഷം തരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനെയല്ല. കേൾക്കും തോറും വീഞ്ഞ് പഴകും തോറും വീര്യം കൂടുന്നത് പോലെ ദൈവവചനം കേൾക്കും തോറും ആത്മാവിലൊരു ഭയങ്കര ബലമുണ്ടാകുകയാണ്. എത്ര കേട്ടാലും മതി വരാത്ത ആഴമായ ചിന്തകൾ വേദപുസ്തകത്തിന്റെ അകത്തുണ്ട്. ആമേൻ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ആമേൻ. വചനം കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് തോന്നുന്നെങ്കിൽ റോങ്. ഞാൻ ഒത്തിരി ഈ രക്ഷിക്കപ്പെടുന്നതിന് ഒത്തിരി മുൻപ് അവൻ ഈ ആൽബം സോങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അന്നൊരു പാട്ടുകാരനോ അല്ല പ്രാസംഗിക ഒന്നുമല്ല. അന്ന് ആ സമയത്ത് എനിക്ക് ആൽബം പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഞ്ഞു മൊബൈൽ, അത് ഈ ടച്ച് മൊബൈലൊന്നും അല്ല, സാധാ കീപാഡ് ഫോണായിരുന്നു. അതിനകത്തൊരു കുഞ്ഞു മെമ്മറി കാർഡ് ഇട്ട് ഈ ആൽബം പാട്ട് ഭയങ്കര ഞാൻ അഡിക്റ്റഡ് ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ട് നടക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിങ്ങനെ കേട്ടോണ്ട് നടക്കുക. 24 മണിക്കൂർ ഞാൻ കേട്ടോണ്ട് നടക്കുക. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടം. പക്ഷേ ഞാൻ രക്ഷയിലേക്ക് വന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ചിലതിനോട് എനിക്ക് നോ പറയാൻ തോന്നി. ഇന്നലെ എന്നെ വിടാതെ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്ന ചില ശീലങ്ങൾ ഞാൻ വിടാതെ ഞാൻ ഇങ്ങനെ എൻ്റെ കരത്തിൽ കൊണ്ടു നടന്ന, എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ശീലങ്ങൾ ഞാൻ പറയട്ടെ. ആത്മപരിപൂർണനെ കുറിച്ച് ഞാൻ പറയാം. ആമൻ. നിങ്ങൾക്ക് കേട്ട കോമഡിയായിട്ട് തോന്നുന്നു, പക്ഷെ ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം. ആത്മം നിറവുള്ളവനെ കുറിച്ച് ലോകം ഭ്രാന്തനെന്ന് പറയും. കാര്യം എന്താണെന്നറിയാമോ? അവൻ ചെയ്യുന്നത് മാനുഷിക കണ്ണിൽ നോക്കിയാൽ അവനൊരു ഭ്രാന്തനെ പോലെയാണ്. അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ സംസാരങ്ങൾ മുഴുവനും ഭ്രാന്തനെന്ന് വിളിക്കുക. കാര്യം ആത്മപരിപൂർണൻ അങ്ങനെയാണ്. ആത്മാവിൻ്റെ പരിപൂർണത ഒരുത്തൻ്റെ അകത്ത് നിറഞ്ഞാൽ അവൻ എല്ലാവരോടും സംസാരിക്കാൻ നിൽക്കത്തില്ല, അവൻ എല്ലാവരോടും കരം കൊടുക്കത്തില്ല, അവൻ എല്ലാം കാണാൻ നിൽക്കത്തില്ല, എല്ലായിടത്തും വിളിച്ചാൽ പോകത്തുമില്ല. കാര്യം അവൻ്റെ അകത്ത് കിടക്കുന്നത് ആത്മാവിൻ്റെ നിയന്ത്രണമാണ്. ഹോളി സ്പിരിറ്റ് ഒരുത്തൻ്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ മാനുഷികമായി ഇതൊന്നും അവനെ നിയന്ത്രിക്കത്തില്ല. അവനെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. അങ്ങനെങ്കിൽ ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ആമേൻ. എവിടാ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നെന്നറിയാമോ? എൻ്റെ അകത്ത് കിടക്കുന്ന ആത്മാവിന്, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഞാൻ വിധേയനാകണം. ആത്മാവെന്നെ എവിടേക്ക് പോകാൻ നിർബന്ധിക്കുന്നുവോ അവിടേക്ക് പോകണം. എന്നോട് ആത്മാവ് എന്ത് വിലക്കുന്നുവോ അതിനെ വിട്ട് ഞാൻ ഏറെ ദൂരെ ഓടണം. അപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ വിജയിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ മാസം എൻ്റെ ശമ്പളം കൂടുമ്പോഴല്ല ഞാൻ വിജയിക്കുന്നത്. എനിക്ക് ഒത്തിരി നന്മ കിട്ടുമ്പോൾ ഒരു നില വീട് 2 നിലയാകുമ്പോഴല്ല ഞാൻ വിജയിക്കുന്നത്. എൻ്റെ ആത്മാവിൽ ദൈവം എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ വിധേയനാകുമ്പോൾ ആത്മാവ് എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുക. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഒരു പ്രവാചകൻ ഞാൻ നിങ്ങൾക്കറിയാം, ഞാനൊരു ഓർഫണേജിൽ നിന്ന് വന്നവനാണ്. ഈ ഓർഫണേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന കിളികളെ നിങ്ങളൊക്കറിയാം, തത്ത, അവൻ ഇങ്ങനെയുള്ള അതെ കൊച്ചു അതെ പക്ഷികൾ, ഇവയൊക്കെ പിടിച്ചു കൂട്ടിനകത്ത് വർഷങ്ങളോളം ഇട്ട് അടച്ചിട്ട് ആഹാരം കൊടുത്ത് അതിനെ ഇണക്കി അങ്ങനെ അങ്ങ് വളർത്തിക്കഴിഞ്ഞാൽ ഇതിനെ പിന്നെ കൂട് തുറന്ന് പുറത്ത് വിട്ടാൽ ഇതിന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുപോലായിരുന്നു എൻ്റെ ലൈഫ്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, എന്തിന് എൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് പോലും ആർക്കും എന്നെ അറിയത്തില്ല. നോക്ക്, അങ്ങനെ ഞാൻ പുറത്തേക്ക് വരുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നെ കണ്ടിട്ട് പറയുന്നു, ഒരു വലിയ പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, അതെ എടാ മോനെ, അതെ നീ 30 വയസ്സാകുമ്പോൾ ഇങ്ങനെ പോയാൽ പെയിന്റ് അടിക്കാൻ പോകേണ്ടി വരും. അദ്ദേഹം നോക്കിയപ്പോൾ യവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവനാണ്. വളർത്തേണ്ടവർ തളർത്തുമ്പോൾ ഭാരപ്പെടരുത്. കാര്യം മനുഷ്യൻ പറയുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഞാൻ വീണ്ടും പറയുന്നു, വളർത്തേണ്ടവർ വാക്കുകൊണ്ട് വെട്ടി വീഴ്ത്തുമ്പം ഭാരപ്പെടരുത്. ഓർത്തോളണം, പല ശാഖകളായി നീ മുളയ്ക്കേണ്ടി വരും. എന്നോട് പറഞ്ഞു, എടാ മോനെ, നീ 30 വയസ്സാകുമ്പോൾ പെയിന്റും ബ്രഷും എടുത്ത് പെയിന്റ് അടിക്കാൻ പോകും. അന്നും എന്നെ പിടിച്ച് നടത്താൻ, അവൻ കരത്തിൽ നല്ല വഴി കാട്ടിത്തരാൻ ഒരു പാസ്റ്റർ എൻ്റെ കൂടെ ഇല്ല, ഒരു ലീഡർ എൻ്റെ കൂടെ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആത്മാവിന് വിധേയപ്പെട്ടു കൊടുത്തപ്പോൾ എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു. അവൻ എങ്ങോട്ട് ഞാൻ പോകണമെന്ന്, എവിടെ നീ നിൽക്കണമെന്ന്, ഏത് വേദിയിൽ നീ കയറണമെന്ന്, ഏത് സമയം വരുമ്പോൾ നിന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവ പൈതലേ, ആത്മാവിന് നീ വിധേയപ്പെട്ടാൽ, ആത്മാവിൽ നിന്നെ എറിഞ്ഞു കൊടുത്ത മനുഷ്യൻ പറയുന്നത് ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കുകയില്ല. ദൈവം എന്തു പറയുന്നുവോ, ഈ വർഷം ദൈവകരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്ക. 30 വയസ്സാകുമ്പോൾ പെയിന്റ് അടിക്കാൻ പോകും. വാസ്തവത്തിൽ കേട്ടപ്പോ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. അദ്ദേഹം വാസ്തവത്തിൽ പ്രവചിച്ച് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ സാഹചര്യം കണ്ടു പറഞ്ഞതാ. ശരിയാ, വാസ്തവത്തിൽ ആർക്കും അങ്ങനെ പറയും. കാര്യം ഇവൻ ഇങ്ങനെ പോയാൽ അവൻ പെയിന്റ് അടിക്കും, ദൈവവിലയൊക്കെ വിട്ട് പെയിന്റ് അടിക്കാൻ പോകരുത്. കാര്യം അങ്ങനെ ആയിരുന്നു ജീവിതം. സഹായിപ്പാൻ ആരുമില്ല. എന്നെ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ബന്ധുക്കളൊക്കെ വിളിക്കാൻ തുടങ്ങി, അവന് ഭ്രാന്താണ്. സത്യം, ഭ്രാന്താണ്. കഴിവില്ലാഞ്ഞിട്ടാണോ ഈ ബൈബിൾ കൊടുത്തോണ്ട് ഇങ്ങനെ പോകുന്നേ? സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് എൻ്റെ മീറ്റിങ്ങിൻ്റെ പോസ്റ്ററിൻ്റെ ഒക്കെ താഴെ അവർ എഴുതാൻ തുടങ്ങി, ഇവന് ഭ്രാന്താണ്. സ്വന്തം രക്തബന്ധങ്ങൾ എഴുതാൻ തുടങ്ങി, ഇവന് ഭ്രാന്താണ്. ആമേൻ. അതെ, ഇന്നലകളിൽ സേവിച്ചു കൊണ്ടിരുന്ന സകല ദേവന്മാരെയും ദേവതകളെയും വിട്ടെറിഞ്ഞ് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പഴയ പരിപാടിന് വേണ്ടെന്ന് പറഞ്ഞ് സകലതും വെച്ച് അവസാനിപ്പിച്ച് ദൈവനാമത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും വിളിക്കാൻ തുടങ്ങി, അവന് ഭ്രാന്താണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറുവാണ്. അതെ, നിങ്ങൾ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ദൈവനാമത്തിൽ നിങ്ങൾ ഇറങ്ങി വന്നപ്പം നിങ്ങൾക്ക് മുറിവേറ്റുവോ? നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആരേലും നിങ്ങളെ കളിയാക്കിയോ? ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തോ? ദൈവപതിലെ ശ്രദ്ധയോടെ കേൾക്ക്. ഏത് നാവ് കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞോ, ഏത് നാവ് നിങ്ങൾക്കെതിരെ അത് പറഞ്ഞുവോ, അവനെ കൊണ്ട് ദൈവം അത് തിരുത്തി പറയിക്കും. കാര്യം, എൻ്റെ ദൈവം ജീവിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ട് ഈ ലോകത്തിന്റെ കഷ്ടത്തെയും ഈ ലോകത്തിന്റെ ലാഭങ്ങളെയും വിട്ടെറിഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം നിന്നെ നിന്ദിച്ചെങ്കിൽ ഭാരപ്പെടരുത്. അവന്റെ മുൻപിൽ നിന്റെ തല ഉയർത്തുന്ന കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. പണിയില്ലേ? സത്യവാ, കയ്യിൽ കാശില്ല, നല്ലൊരു കുടുംബജീവിതം ആയിട്ടില്ല. ആമേൻ. അതെ, യൗവനപ്രായം മുഴുവനും ആ ഓർഫനേജിൽ കിടന്നു, ഒറ്റ പൈസ സമ്പാദ്യമില്ല, ഒന്നുമില്ല. അപ്പനും അമ്മയ്ക്ക് തരാനുണ്ട്, അതുമില്ല. അവൻ ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ കുപ്പയെ കിടക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, എടാ നിനക്ക് വേറെ പണിയില്ല, നിനക്ക് നല്ല കാര്യമുണ്ടല്ലോ, PSC എഴുതി നിനക്ക് പിയൂണായിട്ട് വെക്കൂടെ? എന്നോട് ചോദിച്ചതാ നല്ല PSC പിയൂണായിട്ട് വെക്കൂടെ? നീ എന്തോ ചെയ്യും? കല്യാണം കഴിഞ്ഞപ്പോ പലരും ചോദിച്ചു, എടാ നീ ഇങ്ങനെ എന്തിനാ ഈ കീബോർഡും തൂക്കി പോകുന്നേ? എന്തിനാ ഈ മൈക്കും പിടിച്ച്? എന്തിനാ ഈ ബൈബിൾ എടുത്ത്? ഇങ്ങനെ നീ രക്ഷപ്പെടുമോ? നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? നിന്റെ തലമുറ എന്താകും? നിന്റെ ജീവിതം എന്താകും? പലരും അതെന്റെ കാതിനകത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയാം, ഇന്ന് പകൽ ഞാൻ 2026 നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ദൈവം എനിക്ക് ഒട്ടും കടക്കാരനായിരുന്നില്ല.
മറ്റാരുമില്ല. ഞാൻ എത്രത്തോളം ദൈവത്തെ ആവേറിപ്പെട്ട് പിടിച്ചു, എത്രത്തോളം ദൈവമേ നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല, നീ അല്ലാതെ എനിക്കൊരു നന്മയില്ലെന്ന് ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വീണ് കിടന്ന് പറഞ്ഞു. അതിനേക്കാൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഇന്ന് പകൽ സഭയോട് കൈമാറുന്നു. ദൈവ പൈതലേ, നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ നിനക്കൊന്നുമില്ലേ, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ നിനക്കൊന്നുമില്ലേ, പക്ഷേ നിനക്കൊള്ള ദൈവത്തെ കൊടുക്ക്, നീ സേവിക്കുന്ന ദൈവത്തെ കൊടുക്ക്. അപ്പനും അമ്മയും കരുതാനില്ലേ? സഹോദരങ്ങൾ നിന്നെ കൈവിട്ടോ? ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ കരം പിടിക്കുന്ന ഒരു തമ്പുരാനുണ്ട്, നിന്നെ വാഹനമേറി ഓടുമാറാക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഒത്തിരി നിന്ന കേട്ടോ, ഒത്തിരി പരിഹാസം കേട്ടോ. എവിടെല്ലാം എന്നെ നിന്ദിച്ചോ, എവിടെല്ലാം ഞാൻ പരിഹസിക്കപ്പെട്ടോ, അവിടെല്ലാം ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വീഴാൻ തുടങ്ങി. തമ്പുരാനെ ഇങ്ങനെ പറയുന്നു, പക്ഷെ ആദിയില്ല, ആശങ്കയില്ല. കാര്യം ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സകല ഹൃദയത്തിന്റെ അകത്ത് കിടന്ന സകല ഭാരവും ഞാൻ എടുത്ത്, കർത്താവേ ഇന്ന് നീ പിടിച്ചോ, എനിക്കിത് ചുമക്കാൻ ഒക്കുകയല്ല. ഞാനൊരു കഴുതയെ പോലെ ഒരു ഭയങ്കര ഭാരം, ഭാവിയുടെ ഭാരം, അതാണ് എന്നെ മരിക്കാൻ പ്രേരിപ്പിച്ചത്, അതാണ് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കാർന്ന് വൈറസ് പോലെ തിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഭാരത്തെ കർത്താവിന്റെ കരത്തിലേക്ക് അന്ന് ആ ഓർഫനേജിൽ കിടന്ന് ഞാൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് നീ ചുമക്കാൻ ഒക്കുകയല്ല, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാം, നീ എനിക്കായുള്ളതെല്ലാം കരുതണം. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാം, ഭാരമൊഴിഞ്ഞവനായിട്ട് ഞാൻ നിൽക്കുന്നു. അത് ഇന്നലകളിൽ ഒത്തിരി വാക്കുകൾ എന്നെ തളർത്താൻ നോക്കി, ശുശ്രൂഷയെ കളിയാക്കി, ഭ്രാന്തനാണ് ബൈബിൾ എടുത്തവനെ ഭ്രാന്താന്ന് വിളിച്ചു. ഇന്നലെ അഴുക്ക് ജാതി കിടന്നപ്പോ, കൂട്ടുകാരുടെ കൂടി നടന്നപ്പോ, ലോകത്തിന്റെ സകല മോഹത്തിലും ആറാടി നടന്നപ്പോ ആരും എന്നോടൊരു നല്ല വാക്ക് പറയാനോ തിരുത്താനോ വന്നില്ല. പക്ഷെ സത്യവേദ പുസ്തകം എടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയപ്പോ ലോകം മുഴുവനും എനിക്കെതിരായി. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കുടുംബക്കാരില്ലെങ്കിലും നാട്ടുകാരില്ലെങ്കിലും കരുതേണ്ടവർ കരുതാതെ പോയാൽ, വളർത്തേണ്ടവർ തളർത്തിയാൽ, ഓ മനുഷ്യനല്ല വളർത്തുന്നത്, വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോല്ലോസേ, നീ നട്ടായിരിക്കും, പക്ഷേ നീ വെള്ളമൊഴിച്ചായിരിക്കും, അതുകൊണ്ടല്ല വളരുന്നത്. ഓ റാപ്പന ഹദരഘടക, ഓ നിന്റെ സാമ്പത്തികം കൊണ്ടല്ല നീ വളരുന്നത്, നിന്റെ കുടുംബ മഹിമ കൊണ്ടല്ല നീ വളരുന്നത്, നീ വളരുന്നത് ദൈവത്താലാണ്. ഞാൻ നിങ്ങളോട് പറയാം, വളർത്തേണ്ടവർ വാക്കുകൊണ്ട് വെട്ടുമ്പം ഭാരപ്പെടരുത്, വളർത്തേണ്ടവർ തളർത്തുമ്പോൾ നിരാശപ്പെടരുത്. വീണ്ടും പറയുന്നു, ആമേൻ. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനാണ് ആ പ്രവാചകന്റെ അടുത്ത് തന്നെ. അദ്ദേഹം വാസ്തവത്തിൽ പ്രവചിച്ച് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ സാഹചര്യം കണ്ടു പറഞ്ഞതാ. ശരിയാ, വാസ്തവത്തിൽ ആർക്കും അങ്ങനെ പറയും. കാര്യം ഇവൻ ഇങ്ങനെ പോയാൽ അവൻ പെയിന്റ് അടിക്കും, ദൈവവിലയൊക്കെ വിട്ട് പെയിന്റ് അടിക്കാൻ പോകരുത്. കാര്യം അങ്ങനെ ആയിരുന്നു ജീവിതം. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, അതെ വാക്കുകൊണ്ട് വളർത്തേണ്ടവർ തളർത്തുമ്പോൾ ഭാരപ്പെടരുത്. എല്ലാവർക്കും ആ കാഴ്ചപ്പാടുണ്ടായിരിക്കണമെന്നില്ല. ഈ സഭയിലെ ഓരോ വ്യക്തികളെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ ഒരുവൻ മുറിവേറ്റ് വന്നാൽ അവന്റെ മുറിവിൽ മുളകരച്ച് വെക്കരുത്, അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടുന്നവരായിരിക്കണം നിങ്ങൾ. ഹേയ് സഭയെ കേൾക്ക, നിങ്ങളുടെ മുൻപിൽ ജാതി ഏതോ ആകട്ടെ, മതമേതോ ആകട്ടെ, ഏത് വർഗവും വർണ്ണവും നിറവും ഏതോ ആകട്ടെ, നിങ്ങളുടെ മുൻപിൽ ഒരുവൻ തകർന്നു വന്നോ, അവന്റെ മുറിവിൽ വരച്ച് വെക്കരുത്, അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന് നസ്രായന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു നിയോഗം നിങ്ങളുടെ തലമേൽ കിടക്കുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാം ഒരു ഭയങ്കര ദൗത്യം. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ആരും നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്ത് ആശങ്കപ്പെടുകയേ വേണ്ട. നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയോ? ഇന്നത്തെ ഞാൻ ഒത്തിരി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾ ഒത്തിരി ദൈവദാസന്മാരെ യൂട്യൂബിലും ടി വിയിലും അവിടെയും ഇവിടെയും ഒക്കെ രാജ്യങ്ങളിലേക്ക് പറക്കുന്നു. അതെ, ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു. നിങ്ങൾ ഒത്തിരി പ്രവാചകന്മാരെ കണ്ടു കാണും, നിങ്ങൾ ഒത്തിരി അപ്പോസ്തലന്മാരെ, ഇടയന്മാരെ കണ്ടു കാണും. നിങ്ങൾ ചിന്തിക്കുന്നുവോ ദൈവം അവർക്ക് വേണ്ടി ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ നന്മകളെല്ലാം ഒരിക്കലുമല്ല. ഇന്നലകളിൽ ഉടഞ്ഞത് അവർക്കേ അറിയാവൂ. എന്നോട് ചോദിച്ചാൽ ഞാനും പറയും, ഇതുവരെ എത്തുമ്പോൾ എൻ്റെ പുറകിൽ ഞാൻ കൊടുത്തൊരു വിലയുണ്ട്. എൻ്റെ പുറകിൽ എൻ്റെ കാതുകളെ ഞാൻ
പൊത്തിപ്പിടിച്ച സമയമുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ആർത്തിരമ്പുന്ന തിരമാലയുടെ നടുവിൽ ഇല്ല 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 എന്ന് പറഞ്ഞ് ഈ ആർത്തിരമ്പുന്ന തിരമാലയുടെ നേരെ എൻ്റെ കണ്ണിനെ പൊത്തിപ്പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച സമയങ്ങളുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ചെന്നെത്തിയിരിക്ക് ഒരു പിശാചിനും തകർക്കാൻ കഴിയില്ല. അങ്ങനെങ്കിൽ ഇവിടെ ആരും മക്കളെ ഓർത്ത് ഭാരപ്പെടരുത്, അവരുടെ ഭാവി ഓർത്ത് വിഷമിക്കരുത്. സഭയ്ക്കകത്ത് ആരാധിക്കുന്ന ഓരോരുത്തരോടും കൂടെ ഞാൻ പറയുന്നു, എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് കഴിക്കും, എന്താവും അവരുടെ ഭാര്യ, ആദ്യം ആശങ്കപ്പെടരുത്. ഇത് നമുക്കുള്ളതല്ല. ഹാറാമ സഞ്ചല പ്രഭാനിയ. ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്തിനാ ആശങ്കപ്പെടുന്നത്? ആശങ്കപ്പെട്ടതുകൊണ്ട് ഒരു മുഴം നീട്ടാനോ കുറയ്ക്കാനോ എനിക്ക് കഴിയത്തില്ല. കാര്യം ഞാൻ സാധാരണ മനുഷ്യൻ. പക്ഷെ എൻ്റെ കൂടെ ഒരുത്തനുണ്ട്. അതാണ് വ്യത്യാസം. ദൈവ പൈതലെ, നിങ്ങളെ കൂടെ ഒരുത്തനുണ്ട്. അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരുവനുണ്ട്. അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. യേശുവിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ജനം വന്നപ്പോൾ യേശുവിൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്ക് കേട്ട് ഇവർ സമയം പോകുന്ന അറിയുന്നില്ല. ഇവർ മരുഭൂമിക്കകത്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. ഈമേൻ. അലസനെ കൊണ്ട് ദൈവം മതിൽ കെട്ടിപ്പൊക്കത്തില്ല. സാമ്പത്തികത്തിലാകട്ടെ, അവൻ ഏത് കാര്യത്തിലാകുന്നില്ല. അലസന്മാർക്ക് വളർന്ന ചരിത്രമില്ല. എവിടൊക്കെ വില കൊടുത്തവനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെയോ കഠിനമായ പ്രതികൂലത്തിൻ്റെ നടുവിൽ കഠിനമായ ഉറച്ച തീരുമാനമെടുത്തവരെ ഏതെങ്കിലും ലക്ഷ്യങ്ങളിൽ ചെന്ന് കയറിയിട്ടുള്ളൂ. അവരുടെ ലക്ഷ്യങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ആ ലക്ഷ്യം അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെങ്കിൽ ഞാൻ പറയാം, ഈ സുവിശേഷം അലസന്മാർക്ക് പറ്റിയ പണിയല്ല. ആമേൻ. കാര്യം അതങ്ങനാണ്. ഞാൻ മനസ്സിലാക്കിയതാ, ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിൽക്കാൻ സമയം കിട്ടത്തില്ല. സത്യവാ നിൽക്കാൻ സമയം കിട്ടത്തില്ല. ആമേൻ. അതെ, ആമേൻ. അതുപോലെ ദൈവം ഉപയോഗിക്കും. ആമേൻ. ഞാൻ പറയട്ടെ, ഈ 2026 ആമേൻ, അത് നിങ്ങളുടെ ഭൗതികത്തിലും ആത്മീകത്തിലും എല്ലാം ദൈവം അത്ര വലിയ വിശാലതകൾ കൊണ്ടുവരട്ടെ.